ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, താങ്കൾക്കെല്ലാം അറിവുള്ള കാര്യം തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന ആ കണക്കുകൾ കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികളിലാണ് വ്യാപകമായ കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 25,000 ഏക്കർ ഭൂമിയാണ് കാണാനില്ലാത്തത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും അത് തിരിച്ചുപിടിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടക്കുന്നില്ല. പലയിടങ്ങളിലും ദേവസ്വം ബോർഡ് കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അന്യാധീനപ്പെടുന്നത്. എവിടെ ചെന്നെത്തും? ദേവന്റെ സ്വർണവും കട്ടിളപ്പാളികളും അടക്കം ഒരു ഭാഗത്ത് കൊള്ളയടിക്കപ്പെടുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ ക്ഷേത്രഭൂമികൾ, ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരുന്ന സ്ഥിതിയിലേക്കല്ലേ പോകുന്നത്? ഈ വിഷയം 2001 കേരള ഹൈക്കോടതിയിൽ മലബാർ ദേവസ്വം ബോർഡ് നൽകിയ അഫിഡാവിറ്റിൽ സൂചിപ്പിച്ചതാണ്. 25,000 ഏക്കർ ഭൂമി മലബാർ ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ടു എന്ന്. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ മാത്രം 10,000 ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ മാത്രം. ഈ ഭൂമി അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാനായിട്ട് ഈ വളരെ സജീവമായിട്ടൊന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ കേരള സംസ്ഥാന സർക്കാർ ശ്രീ ജ്യോതിലാൽ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിശ്ചയിക്കുകയും ഈ ഭൂമി ദേവസ്വത്തിന് നഷ്ടപ്പെട്ട ഭൂമി മുഴുവൻ തിരിച്ചു പിടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ 1 ഇഞ്ച് ഭൂമി തിരികെ പിടിച്ചതായിട്ട് നമുക്ക് അറിയില്ല. മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ ഇതുപോലെ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടതിന്റെ ഒരുപാട് സംഭവ പരമ്പരകളുണ്ട്. വലിയ വലിയ ആളുകളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭൂമി കൈക്കലാക്കി വെച്ചത്. നിങ്ങൾക്കറിയുമെന്ന് പറഞ്ഞുകൂടാ, 900 ഏക്കറോളം ഭൂമി മലബാർ ദേവസ്വം ബോർഡിന്റെ ഭൂമി പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരുന്നത് മലയാള മനോരമ എന്ന് പറഞ്ഞൊരു പത്രമാണ്. ആ മനോരമ പത്രം മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ആ ക്ഷേത്രത്തിന്റെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി. ഒടുവില് അവിടുത്തെ നാട്ടുകാരും ഹൈന്ദവ സംഘടനകളും ക്ഷേത്രോപദേശ സമിതിയൊക്കെ ചേർന്ന് സുപ്രീം കോടതി വരെ പോരാടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി ഒടുവിൽ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം. ഇപ്പോഴും മുഴുവൻ ഭൂമിയും വിട്ടുകൊടുത്തതായിട്ട് അറിവില്ല. 400 ഏക്കർ ഭൂമി മാത്രമാണ് ഇപ്പോഴും വിട്ടുകൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി ഇതുപോലെ തട്ടിയെടുക്കുകയും അന്യാധീനപ്പെടുകയും ചെയ്തതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഭൂമികൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ക്ഷേത്രഭൂമികൾ മുഴുവൻ ദേവസ്വം പുറമ്പോക്ക് എന്നുള്ള നിലയ്ക്ക്, റവന്യൂ പുറമ്പോക്ക് എന്നുള്ള നിലയ്ക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും കൊച്ചിൻ ദേവസ്വം ബോർഡിലെയും നിരവധി ഭൂമികൾ സർക്കാർ റീസർവേ പ്രകാരം ഡിജിറ്റലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമിയൊക്കെ ദേവസ്വം ഭൂമി അല്ലാതായി മാറിയിട്ട് അതൊക്കെ റവന്യൂ പുറമ്പോക്ക് ഭൂമി എന്നുള്ള പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ഒരു വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രഭൂമികൾ അടിച്ചു മാറ്റുന്നതിന് വലിയൊരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭരിക്കുന്ന കക്ഷിയും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ളയാണ് ഇത്. വലിയൊരു വിഷയമാണ്. ആ വിഷയം ഹിന്ദു സമൂഹം ജാഗ്രത പാലിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഹിന്ദു സമൂഹത്തിൽ രക്ഷയ്ക്കെത്താൻ പോകുന്നില്ല. ആചാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ തെരുവിലിറങ്ങുന്ന ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ ദേവനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് മാറണം. സ്വത്തുക്കൾ കവർന്നെടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥ മാറണം. ആചാരങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന അതേ ഹിന്ദു സമൂഹം അതേ മനോഭാവത്തോടെ തെരുവിൽ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി കലാപങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറായാൽ മാത്രമേ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഉൾക്കൊള്ളാൻ ഹിന്ദു സമൂഹം എന്ന് തയ്യാറാവുന്നു അന്ന് മാത്രമേ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. അരുണിലേക്ക് വീണ്ടും പോവുകയാണ്. അരുൺ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. വലിയ രീതിയിൽ ഭൂമി അന്യാധീനപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത് തിരിച്ചു പിടിക്കാൻ ഏതു രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് എത്രയധികം ഭൂമി ഇത്തരത്തിൽ നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിച്ചതിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് കാര്യക്ഷമമായ ഒരു ഇടപെടലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യവും അതുതന്നെയാണ്. കാരണം അത്ര വലിയ ഭൂമി, അത്ര വലിയ സമ്പത്ത്, അത് ദേവന് അവകാശപ്പെട്ട സമ്പത്താണ്, ദേവസ്വത്തിന് അവകാശപ്പെട്ട സമ്പത്താണ്. അത് കൃത്യമായി തന്നെ ഈ കൊള്ള നടക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ ഈ ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല. മാറി മാറി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക്, മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇതൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നതും വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരുന്നത്. എന്തായാലും ഇത്ര ഭീമമായ ഒരു കൊള്ള ഈ സംസ്ഥാനത്ത്
നടന്നിട്ടും അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു വിഷയത്തിൽ കൃത്യമായി ഒരു ഇടപെടൽ നടത്താൻ ദേവസ്വത്തിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം കൂടിയാണ്. പ്രാദേശികമായുള്ള ചെറുത്തുനിൽപ്പിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക്, വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ ഉയരേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം അത്ര വലിയ കൊള്ളയാണ് ദേവസ്വത്തിന്റെ ഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്യാധീനപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും, കൃത്യമായ കണക്കുകളൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്, കൃത്യമായ രേഖകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചുപിടിക്കാൻ ഇതുവരെയും കഴിയാത്തത്? അവിടെ തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത് വലിയ രാഷ്ട്രീയ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം. ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഇവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിലുള്ള ഒരു വലിയ മാഫിയ സംഘം, ഈ മാഫിയ സംഘം തന്നെയാണ് ഇതൊക്കെ തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇത് തിരിച്ചു പിടിക്കാൻ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രമം നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ തിരിയുന്ന ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള വലിയ ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള തിരിച്ചുള്ള മറുപടിയിലേക്കൊക്കെ തന്നെ പോകുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള കൊള്ള സംസ്ഥാനത്ത് 25,000 ഏക്കർ ഭൂമിയാണ്, 25,000-ലധികം ഏക്കർ ഭൂമിയാണ് വിവിധ ദേവസ്വം ബോർഡുകളിൽ നിന്നും നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അത് അന്യാധീനപ്പെട്ടു പോയി എന്നാണ് ഈ ഓമന പേരിട്ടുകൊണ്ട് ദേവസ്വം ബോർഡുകൾ ഇതിനെ വിളിക്കുകയും ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ് ഇവിടെ അവശേഷിക്കുന്നത്. രോഹിണി.